ഹലോ, അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഉമ്മാനും കൊണ്ടും സെലീനും കൊണ്ടും ഹൂ നോസ് മീ ബെറ്റർ ചലഞ്ച് ആക്കാനാണ്. ഇന്ന് അറിയാം ഇവർ രണ്ടാളെങ്കിൽ ആർക്കാണ് എന്നെ ഏറ്റവും അധികം അറിയാന്ന്. ഉമ്മാക്ക സെലിക്ക ഉമ്മ അറിയുന്ന ഉമ്മാക്ക് സെലു അറിയുന്ന സെലിക്കിന്ന് നോക്കാം. നമുക്ക് ടോട്ടൽ 11 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ ഫസ്റ്റ് എഴുതിയിട്ട് സ്റ്റോപ്പ് പറയണം. അല്ല, ആരുടേതായി ഒരു പറയണം. എന്നിട്ട് ഞാൻ എന്റെ ആൻസർ പറയുള്ളൂ. റെഡി റെഡി പറയ റെഡി റെഡി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ഇന്നലെ ഇട്ട നെയ്റ്റിന്റെ കളർ എന്ത്? അറിയോ? ഉമ്മ ഫസ്റ്റ് പറഞ്ഞേ നീല. നീ ക്രീം. ഉമ്മ ജയിച്ചോ. നല്ല നീ പെരക്ക് നീ വന്നപ്പോഴും അപ്പൊ ഉമ്മാണ് കറക്റ്റ് ആൻസർ പറഞ്ഞത്. അപ്പൊ ഉമ്മാക്ക് ഒരു പോയിന്റ്. ഏതുമാടോ ഒന്നും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. ഇത് കിട്ടി ഇപ്പൊ ആഡംബരമായിട്ടല്ല, സിമ്പിൾ ഫുഡ്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഉമ്മതെല്ലാം വേവേന്ന് അയാ സ്പൈസി മാഗി. ഞാനും മാഗി തന്നെ എഴുതിയ. എന്ത് വിചാരിച്ച് മാഗിയും ഉണ്ട്. ഞാൻ വിചാരിച്ച ചോറും പരിപ്പ് കറിയും ഒരു പപ്പടവും. ഇഷ്ടമുള്ളത് ഇതല്ലേ? ഇല്ല, ചോറും കംഫർട്ട് ഫുഡ്. ചോറും പരിപ്പ് കറിയും പപ്പടവും ഒരു ചിക്കൻ ഫ്രൈയും. പിന്നെ മാഗി ഇഷ്ടാണ്, പക്ഷെ മാഗിനെക്കാട്ടിലും ചോറായും കൊണ്ട് ആരും എഴുതാത്ത കൊണ്ട് രണ്ടാൾക്ക് പൂജ. അപ്പൊ ഇല്ല ഇല്ല, ഉമ്മ എഴുതിയിട്ടില്ല. 0-0. തേർഡ് ക്വസ്റ്റ്യൻ, എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം. ഇഷ്ടമില്ലാത്ത പറഞ്ഞാല് നിങ്ങൾക്ക് അറിയാം, എനിക്ക് അതാക്കാൻ ഇഷ്ടമില്ല. അലക്കല. ആൻസർ പറയരുത്, എഴുതണം. ഇഷ്ടമല്ല എനിക്ക്. അയറണക്കല് അലക്കല്. അലക്കല് രണ്ടും റോങ്. എനിക്ക് ഇഷ്ടമല്ലാത്ത കാണാതായ എന്തെങ്കിലും സാധനം തെരയല്. ഉമ്മാക്കറിയില്ലേ? ഇല്ല ഇല്ല, ഉമ്മാക്കറിയാം അല്ലേ? ഞാൻ ഇല്ല, ഉമ്മാക്കറിയാം. ഞാൻ തെരയാൻ എനിക്ക് എന്ത് മടിയെന്ന് ഉമ്മാക്കറിയാം. ഇതിപ്പോ ഇതില് ആർക്കും പോയിന്റ്സ് ഇല്ല. നിങ്ങക്ക് എന്നെ ഇത്രേ അറിയുള്ളൂ അല്ലേ? എന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളെല്ലാം ഇടം പോയിക്കോളി. നിങ്ങൾ ബാഗ് കിടക്കി മുമ്പ് പോണ്ട, എന്റെ കൈന്റെ ബാക്കിൽ ഇരുന്നാ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വായിക്കാനൊന്നും അറിയില്ല. ക്വസ്റ്റ്യൻ, എന്റെ സീക്രട്ട് ടാലന്റ് എന്ത്? എനിക്ക് ആരും അറിയാത്തൊരു ടാലന്റ് ഉണ്ട്. എന്ത്? ആരും അറിയാത്ത ടാലന്റാ? പറയരുത്. ഇപ്പൊ ഒരാൾക്ക് ഡാൻസ് ആയിരിക്കും, ഒരാൾക്ക് പാട്ടായിരിക്കും, ഒരാൾക്ക് അതായിരിക്കും ഇതായിരിക്കും ഉണ്ടല്ലേ? നോക്ക എന്നാലും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് മാത്രം കാണിക്കൂ, പുറത്തൊന്നും കാണിക്കൂല. അതെന്ത്? പറയരുത് മാ. എഴുതണോ? അബേക്ക എന്തിക്കാരണ്ടായി ചെല്ലേ. ഇന്ന് ഞങ്ങള് നോക്കണ്ട. എനിക്ക് എല്ലാത്തിലും ഉണ്ട്. പിന്നെ നമ്മൾ ഒന്നായി ചോദിച്ചാ എങ്ങനെ പറയാ? ഫസ്റ്റ് ഉമ്മ എന്തിച്ച അമ്മ പറയും. ഡാൻസ് കളിക്കില്ല. നീ കറക്റ്റാ റോങ്കാ? നീ പറ, നിന്റെ ആൻസർ പറയും. എല്ലാം ഇമിറ്റേറ്റ് ആക്കുമല്ലേ? ഇല്ല, ഇത് തെറ്റ് സായ്മ. ഇമിറ്റേറ്റ് ഒന്നും പാങ്ങിലാക്കൂലല്ലേ? പാട്ടും ഡാൻസ് ഞാൻ നിങ്ങൾക്ക് മാത്രം കാണിച്ചു തരൂ. അത് പാങ്ങുണ്ടാവും അല്ലേ? അപ്പൊ എന്റെ സീക്രട്ട് ടാലന്റ് ഡാൻസ്. ഞാൻ കളിക്കാൻ എന്റെ 3 ബെസ്റ്റ് ഫ്രണ്ട്സ്. രണ്ടാളെ നിങ്ങൾക്ക് അറിയാന്ന് എനിക്കും അറിയാം. അതിനാ ഞാൻ 3 എണ്ണം ചോദിച്ചേ. മണിക്കുട്ടി ഓടുന്നു. രണ്ടാളെ നിങ്ങൾക്ക് അറിയാന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ 3 ബെസ്റ്റ് ഫ്രണ്ട്സ്. പറയാറല്ലോ. ആതിര, തൃശ്യ, ഞാൻ.
നീ പറയ്. നീ ആരല്ലേ ഇത്? ഞാന് ആതിര, തൃഷ, ഞാന്. നീയെ മൂന്നാമത്തെ ഓപ്ഷൻ ആണോ? അപ്പൊ രണ്ടാളും ജയിച്ചേ. അതെങ്ങനെ 3 ബെസ്റ്റ് 3 പറഞ്ഞാല് ഇപ്പൊ ഞാന് ഉമ്മാന്റെ പേരോ സെമിന്റെ പേരോ സെലിന്റെ പേരോ മിഥുന്റെ പേരോ എഴുതിനെങ്കിൽ തരണ്ട ഈ സ്കോർ. നിങ്ങൾ രണ്ടാളും എഴുതി. ഏയ് അപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇവരൊക്കെയാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് എല്ലാം കേട്ടുമല്ലോ. എന്താ ഇഷ്ടമില്ലാത്ത മെയിൻ കോഴ്സ് അല്ലേ? ബീഫ്, റൊട്ടി. എനിക്ക് ഇപ്പൊ രണ്ടും ഇഷ്ടം. രണ്ടും തിന്നുമല്ലേ, റൊട്ടിയും തിന്നു ബീഫും തിന്നു. നമുക്കറിയാത്ത എനിക്ക് ഇഷ്ടമില്ലാത്ത തന്നെ ഇല്ല. ഇപ്പൊ ഒരു സാധനം ഉണ്ട് ഇപ്പോഴും എനിക്ക് ഇഷ്ടമില്ലാത്ത. നിങ്ങൾക്കറിയാം. ഒരു ചാൻസും കൂടി തരാം. എല്ലാം മാറി വലിച്ച് കേറ്റും. എന്നിട്ട് ചോദിക്കും എന്താ ഇഷ്ടമില്ലാത്തന്ന്. ക്ലൂതാ. ഉച്ചക്കത്തെ സാധനങ്ങളാ. ഒരു വറവ് പോലത്തെ. നിങ്ങൾക്കും ഇഷ്ടമല്ല തോന്നുന്നു. അറിയില്ല. കൈപ്പക്ക, വൈതനങ്ങ, കോവക്ക അങ്ങനൊന്നുമില്ല. എന്തെങ്കിലും എഴുതിയാ മതിയായിരുന്നു. എന്തെങ്കിലും എഴുതിയാ മതിയായിരുന്നു. ഞാൻ എപ്പെങ്കിലും അത് കൂട്ടിട്ടുമ്പോ കണ്ടില്ല. വറവ് പോലത്തെ പറഞ്ഞില്ലേ? എനിക്ക് 3 ഉമ്മാക്ക്. ഉമ്മാന്റെ ഈഗോ ഹേർട്ടായി. നെക്സ്റ്റ് റൗണ്ട് നമ്മ ഫുള്ള് സ്കോർ ആക്കും. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ എന്റെ വിയേർഡായിട്ട് ഞാൻ തിന്നണ ഫുഡ് കോമ്പിനേഷൻ, ഇതിന്റെ കൂടെ അത് മിക്സ് ആക്കി തിന്നുക, അങ്ങനെ ഒരു മാച്ച് ഇല്ലാത്തൊരു സാധനം ഞാൻ തിന്നു. നിന്റെ എഴുതിട്ടായ ഫസ്റ്റ് ശരി പറഞ്ഞ പറ. ചായയില് ചിപ്സ് മുക്കി തിന്നല്, ചോറിന്റെ കൂടെ മിച്ചർ ചിപ്സ് ഒക്കെ തിന്നല്. ശരി ജയിച്ചു. വിയേർഡ് അതല്ലേ ഇത്. ചോറിന്റെ കൂടെ പപ്പടം പോലെ മിച്ചർ ഇതൊക്കെ തിന്നു. ഞാന് ചിപ്സ്, കായ് ചിപ്സ്, പൂള ചിപ്സിനടുത്ത് ചൂട് ചായയിൽ മുക്കി തിന്നു. നിങ്ങൾ അങ്ങനെ തിന്നു നോക്കിയില്ലെങ്കിൽ തിന്നു നോക്കുക. നല്ല ടേസ്റ്റ്. നീ അത് വീഡിയോ ഇട്ടിനല്ലേ മുക്കി തിന്നണേ? ഇട്ടിന്. എപ്പോഴും ഒന്ന് ഇട്ടിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ അന്ന് കണ്ണൂർ പോയപ്പോ ആരോ പറഞ്ഞ എന്നെ കാണാൻ ആരോ പോലെ ഉണ്ട്. ആരേ? എഴുതണോ? എന്നെ കാണാൻ ഇപ്പല്ല, നമ്മള് അന്നൊരു ഈവെന്റിന് പോയപ്പോ. ഉമ്മ ഫസ്റ്റ്. കല്യാണി പ്രിയദർശന്റെ പോലെ ഉണ്ട് ഒരാൾ പറഞ്ഞു. അന്ന് കാണാൻ നിന്നെ നല്ല ഉണ്ടായിരുന്നു. ഇപ്പല്ലേ? അന്ന് തരത്തിൽ തടി ഉണ്ടായിട്ടില്ല. കല്യാണം കഴിയുന്ന മുന്നല്ലേ? ഇപ്പൊ പറ. നീ ആരെഴുതിയ? ഞാൻ എഴുതിയിട്ടില്ല. എനിക്കറിയില്ലേ? അറിയായിരുന്നു. ചിന്തിക്കുമ്പോഴത്തേനും ആൻസറും പറഞ്ഞു. അപ്പൊ എന്നോട് ഒരു കുട്ടി പറഞ്ഞു ഞാൻ കല്യാണി പ്രിയദർശനെ പോലെ ഉണ്ടാകുന്ന. ആ ഫോട്ടോ, അന്നത്തെ ഫോട്ടോ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. അന്ന് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ. നിങ്ങൾക്ക് എന്റെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ അത് നമ്മള് പറഞ്ഞിട്ട് ഇപ്പൊ നല്ലതാണെങ്കിൽ ഞാൻ സ്കോർ തരും. അങ്ങനെ ഇതിൽ സ്കോർ ഇല്ല. മെല്ലെ പറഞ്ഞാ മതി. ഇതെന്താ പറഞ്ഞാല് ആരെന്ത് പറഞ്ഞാലും കേൾക്കും. അങ്ങനെ തർക്കുത്ര ഈഗോ ഇല്ലാതെ വാക്കു പറയും. ഈ കൊല്ലുണ്ട്. എന്റർടൈനർ ആണ് നല്ല. നിനക്ക് അതാ ഇഷ്ടം. എന്റെ ഉമ്മ പറയുന്ന എന്ത് ഇല്ല, നീ എന്നെ ചിന്തിച്ചു. ഇല്ല, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഓൾ അതൊരു സമാധാനാക്കും. അങ്ങനല്ല ഇങ്ങനെ പറഞ്ഞു. ആരോടുണ്ടല്ലേ ദേഷ്യം പിടിക്കൂല. ഈഗോ ഉണ്ട്. ഈഗോ വേറെ. ഓള് മാത്രം അങ്ങനെ ആക്കണം, ഞാനും ആക്കണം. അത് ഈഗോ. ഉമ്മ പറയുന്നത് എന്തറിയോ? അതെ ആ സാറില്ല. ആര് പറഞ്ഞാലും ഒരു അഹങ്കാരം തോന്നി കാട്ടൂലാന്ന് എന്നെ പറ്റി ഞാനേ പറയാം. അതങ്ങനെ തന്നെ. എന്താ ഇടക്കിടക്ക് എനക്കും ഒരു ബുദ്ധി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടാക്കും ഓരോ പോയിന്റ്. എന്റെ ഫേവറേറ്റ് കളർ എന്താടി ചിരിക്കണേ? 1, 2 എഴുതാൻ പറ്റുമോ? ഇല്ല, 1. എനിക്ക് ഒരു കളറൊന്നും ഇല്ല. 2, 3 കളർ ഉണ്ട്. അതിലുള്ള കളർ നിങ്ങൾ എഴുതിനെങ്കിൽ ഞാൻ തരും. എന്നാ അതല്ല ക്രീം കളർ. ലിസ്റ്റിലേ ഇല്ലത്. ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ. ആ ശരി. എന്റെ നിക്കാഹിന് വരെ നമ്മൾ അത് തേടി പിടിച്ച് അങ്ങനത്തെ ഡ്രസ്സ് നല്ല ഉണ്ടായി. അപ്പൊ ആ ഒരു ഓർമ്മയിൽ പറഞ്ഞു
എന്തിട്ടാലും ഞാൻ പാങ്ങാണ് അത് പറഞ്ഞിട്ട് അതെല്ലാം എന്റെ ഫേവറേറ്റ് കളർ ആകും. എനിക്ക് ഡാർക്ക് ഗ്രീൻ കളർ, ഞാൻ എന്റെ നിക്കാന്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം. നിക്കാനല്ല മെയിലാഞ്ചി. ആ മെയിലാഞ്ചിന്റെ ഫോട്ടോ. അപ്പൊ അതല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞങ്ങക്ക് കാക്കു സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുന്നു തന്നിട്ടുണ്ടായി. എന്തിന്, എപ്പം? ആര് പറയും, ആര് പറയും? ഞാൻ പറയട്ടെ, കഴിച്ചതിന് മേടിച്ച് ഞാൻ തന്നെ സെലക്ട് ആക്കിയ, പക്ഷെ എപ്പോ ഓർമ്മയില്ല. സെക്കൻഡ് ഇയർ ഡിസ്റ്റിങ്ഷനോട് പാസ്സായതിന് കാക്കു സർപ്രൈസ് ആയിട്ട് ഒരു പെരുന്നാക്ക് മേടിച്ചു കൊടുത്തു. സെലിയും കാക്കും പോയിട്ട് മേടിച്ചു. എനിക്ക് ഓർമ്മയില്ലേ എപ്പോ മേടിച്ചേന്ന് ഓർമ്മയില്ല, ഞാൻ തന്നെ സെലക്ട് ആക്കി. അല്ലേ +2 ഒരു പെരുന്നാക്ക് കാക്കു സർപ്രൈസ് ആക്കിയതാണ്. എന്റെ കഴിച്ച് എത്ര കൊല്ലായല്ലേ? എത്ര കൊല്ലായി? 6 കൊല്ലം. 6 കൊല്ലായി. ജിമിക്ക് അപ്പൊ എത്ര, നിനക്ക് എത്ര പോയിന്റ്, ഉമ്മക്ക് എത്ര പോയിന്റ്? ഇതിന് എനിക്ക് പോയിന്റ് ഇടാൻ പറ്റുമോ? ഇല്ല, നീ എപ്പോ പറഞ്ഞിട്ടില്ല. ഹാഫ് ഇട്ടോ? 8. അയ്യേ 8 9, 10. 10. ഓളിപ്പൊ പറഞ്ഞ് ബ്രേസ്ലെറ്റാന്ന് പറഞ്ഞു, എപ്പോ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു അരമാർക്ക് കൊടുത്ത്. അപ്പൊ 10. അപ്പൊ സെലിക്ക് 10, ഉമ്മക്ക് 8. അപ്പൊ സെലിക്കാണ് എന്നെ കൂടുതൽ അറിയുന്നേ. നീ എന്തെല്ലോ ചോദിച്ചാ എനിക്കെന്തറിയാം. അപ്പൊ നമുക്ക് ഇനി പുതിയ, എന്റെ കൈവിടെ തെളിയും. അപ്പൊ നമുക്ക് ഇനി പുതിയ വീടായിട്ട് നടക്കണം. ബൈ. നാളല്ല, എപ്പം കാണാം. ബൈ. ബൈ ഫ്രം ഷൈമ, സെലിമ, രണ്ടാളും റംലമ്മ. റംലമ്മ.